എത്ര നന്മ ചെയ്താലും പുകഴ്ത്തി പറയാത്ത ഭാര്യമാരുണ്ട്. എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും, എത്ര അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്താലും ഒരു മദ്ഹ് പറയാത്ത ചില പെണ്ണുങ്ങളുണ്ട്. ഭർത്താവ് എന്ത് പ്രവർത്തിച്ചാലും, എത്ര പൈസ കൊടുത്താലും, എത്ര സ്നേഹം കൊടുത്താലും, എത്ര സമയം ചെലവഴിച്ചാലും ഭർത്താവ് ചെയ്തതിനൊരു സംഭവമായി കാണാത്ത ചില ഉമ്മമാരുണ്ട്, ചില സ്ത്രീകളുണ്ട്, ചില ഭാര്യമാരുണ്ട്. എന്നാൽ അവരെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? അങ്ങനെയുള്ള സ്ത്രീകൾ സമൂഹത്തിൽ അപകടം പിടിച്ച സ്ത്രീകളാണ്. അങ്ങനെയുള്ള പെൺകുട്ടികൾ, ഭാര്യമാർ ഏറ്റവും ഫിത്നക്കാരിയാണ്. അവരെ കൊണ്ട് നാശമേ സമുദായത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് തീർത്ത് പറയാൻ നമുക്ക് സാധിക്കും. നന്മ പറയാൻ കഴിയണം. നന്മ പറഞ്ഞിട്ടില്ലെങ്കിലും തിന്മ പറയാതിരിക്കാം. മദ്ഹ് പറഞ്ഞിട്ടില്ലെങ്കിലും കുറ്റം പറയരുത്. വിമർശനം മാത്രം തൊഴിലാക്കിയ ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ പണി എന്താണ്? എപ്പോഴും ഭർത്താവിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്, എപ്പോഴും ഭർത്താവിനെ ആക്ഷേപിക്കുക എന്നുള്ളതാണ്, എപ്പോഴും ഹസ്ബൻഡിനെ മോശമാക്കി പറയുക എന്നുള്ളതാണ്. ഹസ്ബൻഡ് എത്ര നന്മ ചെയ്താലും അത് നല്ലതായി കാണാൻ അവർക്ക് സാധിക്കുകയില്ല. ഏത് നന്മയും മാറ്റിവെച്ച് അതിൻ്റെ തിന്മയുടെ വശം മാത്രം പറഞ്ഞ് ഹസ്ബൻഡിനെ മനപ്രയാസത്തിലാക്കുന്ന പെൺകുട്ടികളുണ്ട്. നഊദു ബില്ലാഹ്, പെൺകുട്ടികൾക്ക് നാശമാണ്. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയുടെ സംഭവത്തിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹന്മാരിൽപ്പെട്ട ഒരാളാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവിടുത്തെ മില്ലത്താണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രായാധിക്യത്തിലുണ്ടായ ആദ്യത്തെ കൺമണിയാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്നു, അദ്ദേഹം വലുതായി, യുവാവായി വതഅല്ലമൽ അർബിയത മിൻഹും, ജുർഹും ഗോത്രക്കാരിൽപ്പെട്ട ഒരാളിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം അറബി പഠിച്ചു. എന്നിട്ടോ അറബി പഠിച്ചിട്ടോ പിന്നെ ആ വിഭാഗത്തിൽ പെട്ട ഒരാളെ തന്നെ, ഒരു പെണ്ണിനെ തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വിവാഹം ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെയാണ് വിവാഹം ചെയ്തു കൊടുത്തത്. ജുർഹും ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിനെയാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിവാഹം ചെയ്തു കൊടുത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയാകുന്ന ഹാജറ ബീവി വഫാത്തായി. ഇബ്രാഹിം നബിയുടെ ഭാര്യയും ഇസ്മായിൽ നബിയുടെ ഉമ്മയുമായ ഹാജറ ബീവി വഫാത്തായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. ഫലം യജിദ് ഇസ്മായിൽ, ആ സമയത്ത് അവിടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇല്ല. മരുമകളോട് കാര്യങ്ങൾ അന്വേഷിച്ചു. സുബ്ഹാനല്ലാഹ്, മരുമകളോട് കാര്യങ്ങൾ അന്വേഷിച്ചു. എന്താണ് ചോദിച്ചത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഫസഅല ഇംറഅതുഹു അൻഹു ഫഖാലത്, ഇസ്മായിൽ നബിയെ കുറിച്ച് ചോദിച്ചപ്പോൾ, ആവശ്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറയാൻ തുടങ്ങി. എന്താണ് പറഞ്ഞതെന്നറിയുമോ? എന്താ പറഞ്ഞത്? ഖറജ യബ്തഇലന, നമുക്ക് ഭക്ഷണം തേടിയാണ് ഇസ്മായിൽ നബി പോയതെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. മരുമകൾ പറയുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്. പിന്നെ അവൾ തുടർന്ന് പറയുകയാണ്, പിന്നെ ജീവിതത്തിനെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും സ്ഥിതിഗതികളെക്കുറിച്ചും മഹാനവറുകൾ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ പറയുകയാണ്, നഹ്നു ബിശർരിൻ നഹ്നു ഫീ ളീഖിൻ വശിദ്ദത്തിൻ ഫശക്കത്ത് ഇലൈഹി. കേൾക്കണം നിങ്ങൾ, നഹ്നു ഫീ ബിശർരിൻ നഹ്നു ഫീ ളീഖിൻ വശിദ്ദത്തിൻ ഫശക്കത്ത് ഇലൈഹി. ഇങ്ങനെയാണ് അവൾ കംപ്ലൈൻറ്റ് പറയുന്നത്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഞങ്ങൾ വളരെ വിഷമത്തിലാണ്, ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ക്ലേശത്തിലുമാണെന്ന് അവൾ മഹാനവറുകളോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. ഇങ്ങനെ കംപ്ലൈൻറ്റിൻ്റെ പട്ടികകൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മഹാനാകുന്ന നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണെന്നും അത് തൻ്റെ ഭർത്താവിൻ്റെ പിതാവാണെന്നും ആ പെണ്ണിന് മനസ്സിലായില്ലേ. പെണ്ണ് തൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും മാത്രം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാകുന്ന അമ്മോശനോട്, ഭർത്താവിൻ്റെ പിതാവിനോട് പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാൻ, ഫഇദാ ജാഅ സൗജുക
ഫഅഖറഇ അൻ അലൈഹിസ്സലാം, നിങ്ങൾ എന്ത് ചെയ്യണം? സൗജുക്കി ഫഇദാ ജാഅ സൗജുക്കി ഫഅഖറഇ അലൈഹിസ്സലാം, ഇവിടെ നിങ്ങളുടെ ഭർത്താവ് വന്നാൽ എൻ്റെ സലാം പറയണം. ഫഖൂലി ലഹു യുഅയ്യിറു അത്ബതൻ ബാബിഹി, എന്നിട്ട് എന്ത് പറയണം? അവരോട് നിങ്ങൾ പറയണം, നിങ്ങളുടെ വാതിൽ പടി മാറ്റിവെക്കാൻ വേണ്ടി പറയണമെന്ന് നബിയുല്ലാഹി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വന്നിട്ട് എന്തോ അറിഞ്ഞതുപോലെ ഒരു ചോദ്യം, ഇവിടെ ആരെങ്കിലും വന്നോ? അപ്പോൾ പെണ്ണ് പറയാ, ആ വന്നിന്, ഒരു വയസ്സായ മനുഷ്യൻ ഇവിടെ വന്നിരുന്നു. ഇവിടെ ഞങ്ങളടുത്ത് വന്ന് കുറച്ച് കാര്യം അദ്ദേഹം വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിവരങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഞാനെന്താ പറഞ്ഞത്? നിങ്ങളെന്താ പറഞ്ഞത്? ഞാൻ വളരെ കഷ്ടപ്പാടിലും പ്രയാസത്തിലുമാണ് എന്ന്, നമ്മളങ്ങനെ വളരെ ദുരിതത്തിലല്ലേ, അതൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താണ് മഹാന് പറഞ്ഞത്? നിങ്ങളോട് വല്ലതും വേറെ എന്തെങ്കിലും പറഞ്ഞോ? അദ്ദേഹം സലാം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവിടുത്തെ വാതിൽപ്പടി മാറ്റിവെക്കാനും പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്മായിൽ നബി പറഞ്ഞു, അതാരാണെന്നറിയോ? ഹുവ അബീ, അതെൻ്റെ ഉപ്പയാണ്. നീയുമായി പിരിയാൻ അദ്ദേഹം എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നീയുമായിട്ടുള്ള ബന്ധം വേണ്ട എന്നാണ് ഉപ്പ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കാൻ. നീ നിൻ്റെ കുടുംബത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത്, അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ആ ജുർഹും ഗോത്രത്തിൽ വിവാഹിതരായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ, ആ പെണ്ണിനെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം തൊലാഖ് ചൊല്ലി ഒഴിവാക്കി ആ വിവാഹമോചനം നടത്തി. പിന്നെ ജുർഹും ഗോത്രത്തിൽ തന്നെ മറ്റൊരു പെണ്ണിനെയാണ് വിവാഹം ചെയ്തത്. ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ടിൽ അത് പറയാം.